വെടിനിർത്തലിന് ഹമാസും ഹിസ്ബുള്ളയും തയ്യാറാകുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു പശ്ചിമേഷ്യയിൽ നിന്ന്. നിബന്ധനകൾ അംഗീകരിക്കാൻ US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയേ പറ്റൂ. കാരണം ഈ യുദ്ധമുറയെ മുന്നോട്ട് വിടാൻ കഴിയില്ല. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എത്ര കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസവും ഗസയിൽ 30 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുണ്ട്. ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് കുഞ്ഞുങ്ങൾ തങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിന്, മറ്റുള്ളവരുടെ തെറ്റിന് തങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ കുട്ടികളുടെ അവസ്ഥ. മാത്രമല്ല, പിച്ച വെച്ച് നടക്കും മുമ്പേ വലിയ യുദ്ധോപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും അടിയിൽ കീഴ്പ്പെട്ട് ജീവിതം ഇല്ലാമാകുന്ന, കുരിശിൽ തറഞ്ഞു പോകുന്ന ബാല്യങ്ങളുടെ കഥയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകണം. PP ജെയിംസ് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ് ജെയിംസ്, യഥാർത്ഥത്തിൽ ജെയിംസ് ഒരു യുദ്ധകാര്യ സ്പെഷ്യലിസ്റ്റ് ആണോ എന്ന് ചില ആളുകളൊക്കെ എന്നോട് സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധമുഖത്തുനിന്ന് ഒരുപാട് ഇതുപോലെ വാർത്താ കെടുതികൾ വരികയാണ്. യുദ്ധവും കുറിച്ച് പറയുന്നത് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഇതൊരു ആശാവകമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നത് ഈ മണിക്കൂറുകളിൽ ഗസയിൽ നിന്ന് ഹമാസും അതുപോലെ തന്നെ ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയും ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ നിബന്ധനകളുണ്ട്. നിബന്ധനകൾ അംഗീകരിക്കാൻ US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിർബന്ധിക്കണം, സമ്മർദ്ദം ചെലുത്തണം എന്ന ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേല് വിലങ്ങുതടിയായി നിൽക്കുന്നത് കൊണ്ടാണ് വെടിനിർത്തൽ ഉണ്ടാവാതെ പോകുന്നത്. എന്തായാലും ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ലെബനൻ്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് അമേരിക്കയുടെ അംബാസഡർ തന്നെ ലിസ് ജോൺസൺ തന്നെ ഒരു പ്രപ്പോസൽ, ഒരു പദ്ധതി കൊടുത്തിരിക്കുന്നു. അത് ജോ ബൈഡൻ സർക്കാരിൻ്റെ പ്രപ്പോസലാണ് വെടിനിർത്തലിന്. പക്ഷെ അതിന് ഏതാണ്ട് അംഗീകാരം ലഭിക്കുന്ന അവസ്ഥയാണ്. ഹിസ്ബുള്ള ഏതാണ്ട് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നുവെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗം അത്ര കൃത്യമല്ല. ഹമാസും ഏതാണ്ട് ഇതേപോലെ തന്നെ പ്രതികരിച്ചിരിക്കുന്നു. ഹമാസ് പറഞ്ഞിരിക്കുന്നത് US പ്രത്യേകിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർബന്ധമായും ഇടപെട്ട് ഇതിനുള്ള ഒരു പരിഹാരം കാണണം. കാരണം ജനുവരി 20-നാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇടപെടണമെന്ന ആവശ്യം ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ലെബനൻ്റെ പ്രധാനമന്ത്രി ഒരു പടി കൂടി കടന്ന് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഇറാൻ്റെ പ്രോക്സികളാണ് ഹമാസും ഹെസ്ബുള്ളയും. അതുകൊണ്ട് ഇറാൻ്റെ ഇടപെടൽ കൂടി ഈ രംഗത്തുണ്ടാവണം എന്ന തരത്തിൽ ലെബനീസ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെടിനിർത്തലിന് വേണ്ടിയുള്ള ആഗ്രഹം എല്ലാ തലത്തിലും ഉണ്ടായിരിക്കുന്നു. ഇനി കോളിംഗ് ദ ഷോട്ട് എന്ന് പറഞ്ഞോണം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഇസ്രായേൽ അതിഭീകരമായ ആക്രമണമാണ് ഗസയിലും ലെബനിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 30ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിൻ്റെ നിരന്തരമായ ആക്രമണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും യുദ്ധത്തിൽ വെടിനിർത്തൽ ഉണ്ടാവുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇറാൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് ഒരുപക്ഷെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഈ ട്രംപിൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനായിട്ടുള്ള ഇലോൺ മസ്ക് ഒരുപക്ഷെ അധികാരമൊക്കെ ട്രംപ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ്റെ അംബാസഡർ, UN അംബാസഡറെ പോയി കണ്ടത് വലിയ വാർത്തയായിരിക്കുന്നു. കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ ശത്രുതയിലാണ്. ട്രംപിൻ്റെ കാലത്ത് വലിയ ശത്രുതയായിരുന്നു. കാരണം ഇറാൻ്റെ ഏറ്റവും വലിയ സൈന്യാധിപനായിരുന്ന സൊലൈമാനിയെ കൊലപ്പെടുത്തിയത് ട്രംപ് നേരിട്ട് ഉത്തരവിട്ടിട്ടാണ്. ട്രംപ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2019 ഈ ലേസർ ഗൈഡഡ് മിസൈൽ വന്ന് അദ്ദേഹത്തിന് ബാഗ്ദാദിൽ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കടന്നു വരുമ്പോൾ ആ വാഹന വ്യൂഹത്തിൽ തട്ടി സൈന്യാധിപൻ കൊല്ലപ്പെടുന്നത് കണ്ടതാണ് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ട്രംപ്. ആ ട്രംപ് തന്നെ അധികാരത്തിൽ വരുമ്പോൾ ഇറാനുമായി സംസാരിക്കാൻ എലോൺ മസ്കിനെ പറഞ്ഞയച്ചു എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇതൊക്കെ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വാർത്തകളിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രീലങ്കയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. 3-2 ഭൂരിപക്ഷത്തോടെ ഇടത് സഖ്യം അവിടെ തൂത്തുവാരിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത് ശ്രീലങ്കയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ഇതാദ്യമായി തമിഴ് ഭൂരിപക്ഷമുള്ള ജാഫ്നയിലും ബാറ്റിക്കോളയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടെ ഈ നാഷണൽ പാർട്ടി, സിംഗിള ഭൂരിപക്ഷമുള്ള നാഷണൽ പാർട്ടിയായിട്ടുള്ള NPP, അവിടുത്തെ പ്രസിഡന്റ് അനുരകുമാര ദിസനായികയുടെ പാർട്ടി വിജയിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ തമിഴന്മാർ തമിഴ് പാർട്ടികളെ തോൽപ്പിച്ച്
ദേശീയ സഖ്യത്തോടൊപ്പം നിൽക്കുന്നു എന്ന വാർത്ത. അവർക്കിനി സ്വൈര്യമായി ജീവിക്കണം. LTT പ്രഭാകരൻ്റെ കാലം കഴിഞ്ഞു. തമിഴ് ജനത വല്ലാതെ ദുരിതത്തിലാണ്. ഇനി തമിഴ് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജാഫ്നയും ബാറ്റിക്കോളയിലും യുദ്ധം നടത്താൻ താല്പര്യമില്ല. അതുകൊണ്ട് തമിഴ് ജനത ശ്രീലങ്കയുടെ ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി വാദിക്കുന്നു. ആ തരത്തിലുള്ളൊരു പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിരിക്കുന്നു. 225 സീറ്റിൽ ശ്രീലങ്കയിൽ 159 സീറ്റ് വിജയിച്ചാണ് അവിടുത്തെ ഇടത് സഖ്യം ഇതാദ്യമായിട്ട് തൂത്തുവാരിയിരിക്കുന്നത്. 2 മാസം മുമ്പാണ് ദിസനായികെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാർട്ടി 3 സീറ്റിൽ നിന്ന് 159 സീറ്റിലൂടെ 3-2 ഭൂരിപക്ഷം നേടി അവിടെ വലിയ മാറ്റത്തിന് തയ്യാറായിരിക്കുന്നു. ഒരു കാര്യം കൂടി SKN, ഇന്ത്യയും ചൈനയും നോക്കിയിരിക്കുകയാണ് ശ്രീലങ്കയുടെ നയം എന്തായിരിക്കും എന്നുള്ളത്. അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വത്തിലൂടെ കയറി വന്ന ഒരാളാണ് ദിസനായികെ. ചൈനയുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിന് ആഗ്രഹിക്കുന്നു. അത്യാവശ്യം ചെറുപ്പക്കാരനാണ്, 50 വയസ്സിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. ശ്രീലങ്കയിൽ മാറ്റം കൊണ്ടുവരുമോ? ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും? തമിഴ് ആയിട്ടുള്ള വംശജര് തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള അടുപ്പം എങ്ങനെ വരുമെന്നത് സംബന്ധിച്ചുള്ള വലിയ ആകാംക്ഷയുണ്ട്. SKN. ഓക്കെ, താങ്ക് യു വി പി ജെയിംസ്. ഇനി നമുക്ക് പിന്നീട് കാണാം.